നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാന് പ്രോസിക്യൂഷന് മുന്നിലുള്ള ഏറ്റവും ശക്തമായ വഴിയായിരുന്നു മഞ്ജു വാര്യര്. തങ്ങളുടെ കുടുംബ ജീവിതം തകരാന് അതിജീവിതയാണ് കാരണമായത് എന്നുള്ള ധാരണയാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണം എന്നാണ് പ്രോസിക്യൂഷന് വാദം. കേസിലെ പ്രധാന സാക്ഷികളിലൊരാളായ മഞ്ജു വാര്യര് തന്റെ വിവാഹമോചനത്തിലേക്ക് നയിക്കാന് ഇടയായ കാരണങ്ങൾ വിശദമായി തന്നെ മൊഴിയായി നൽകിയിട്ടുണ്ട്. ദിലീപിന് കാവ്യയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് താന് ആദ്യമായി അറിയുന്നത് നടിയിൽ നിന്നല്ല എന്ന് മഞ്ജു വാര്യരുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നു. വീട്ടില് ഉണ്ടായിരുന്ന ദിലീപിന്റെ പഴയ ഫോണില് കാവ്യയുടെ ചില മെസ്സേജുകൾ മഞ്ജു കാണാന് ഇടയായതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ആ സമയം ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ദിലീപ് പുറത്തായിരുന്നു. ദിലീപിന്റെ പഴയ ഫോണിലെ മെസ്സേജുകൾ കാവ്യയുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നതായിരുന്നു. ഇതേക്കുറിച്ച് ദിലീപുമായും കാവ്യയുമായും ഫോണില് സംസാരിക്കാന് മഞ്ജു ശ്രമിച്ചിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് തിരക്കിന്റെ പേരിൽ ദിലീപ് സംസാരിക്കാന് തയ്യാറായില്ല. മാത്രമല്ല കാവ്യയും ഇതേക്കുറിച്ച് സംസാരിച്ചില്ല. തുടർന്ന് മഞ്ജു കാവ്യ മാധവന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയായിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു. ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തങ്ങൾക്ക് സൂചനയുണ്ടെന്നും അതില് താൽപ്പര്യമില്ലെന്നുമുള്ള തരത്തിലായിരുന്നു കാവ്യയുടെ അമ്മ സംസാരിച്ചത്. ഈ സമയത്ത് കാവ്യ വിവാഹിതയായിരുന്നു. എന്നാൽ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കാവ്യ സ്വന്തം വീട്ടില് വന്നു നിൽക്കുകയായിരുന്നു. റിമി ടോമിക്കും അതിജീവിതക്കും ദിലീപ് കാവ്യ ബന്ധം സംബന്ധിച്ച് അറിയാമെന്ന് മഞ്ജുവിനോട് സൂചിപ്പിക്കുന്നത് കാവ്യയുടെ അമ്മ ആണെന്നും മഞ്ജു വാര്യരുടെ മൊഴിയിൽ പറയുന്നുണ്ട്. തുടർന്ന് സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനും സംയുക്ത വർമ്മക്കും ഒപ്പം മഞ്ജു വാര്യര് അതിജീവിതയെ കാണാൻ അവരുടെ വീട്ടില് പോകുന്നു. ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ചുള്ള മഞ്ജുവിന്റെ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകാൻ അതിജീവിത തയ്യാറായിരുന്നില്ല. എന്നാൽ അറിയുന്ന കാര്യങ്ങൾ തുറന്നു പറയാന് അച്ഛന് പറഞ്ഞതോടെ കാര്യങ്ങൾ അതിജീവിത മഞ്ജുവിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സംയുക്തയുടെ വീട്ടിലേക്ക് പോയ മഞ്ജു അവിടെ വെച്ച് വീണ്ടും കാവ്യയുടെ അമ്മയെ ഫോണിൽ വിളിച്ചു. അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെച്ചു. താന് കാവ്യയുമായി സംസാരിച്ചുവെന്നും ദിലീപുമായി ഇനി ബന്ധം തുടരില്ലെന്ന് കാവ്യ ഉറപ്പു തന്നുവെന്നും കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറഞ്ഞു. പിന്നീട് കാവ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മഞ്ജു വാര്യർ ദിലീപിന്റെ കുടുംബാംഗങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവതരിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ദിലീപ് തിരിച്ചെത്തി. കാവ്യയുമായുള്ള ചാറ്റിംഗിനെ കുറിച്ച് മഞ്ജു ചോദിച്ചപ്പോൾ അത് ഓർമ്മയില്ലെന്നും കാവ്യ കുട്ടിക്കളിയുള്ള ആളായത് കൊണ്ട് അത്തരം മെസ്സേജുകളൊന്നും കാര്യമായി എടുക്കേണ്ട എന്നുമായിരുന്നു ദിലീപിന്റെ മറുപടിയെന്നും മഞ്ജു വാര്യർ നൽകിയ മൊഴിയിൽ പറയുന്നു. അതിജീവിതയുമായി മഞ്ജു സംസാരിച്ച കാര്യം ദിലീപ് അറിഞ്ഞിരുന്നു. ഇത് ദിലീപിന്റെ സംസാരത്തിൽ നിന്ന് തനിക്ക് വ്യക്തമായെന്ന് മഞ്ജു പറയുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നം വഷളാവുകയും അത് വിവാഹമോചനത്തിലേക്ക് നയിക്കുകയുമായിരുന്നു. നടൻ ദിലീപ് കുറ്റവിമുക്തനായി എങ്കിലും നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. കേസില് വാദിഭാഗം അപ്പീല് പോകുമോ ഇല്ലയോ എന്ന കാത്തിരിപ്പ് തുടരുന്നതിനിടയില് കോടതി മുൻപാകെ ദിലീപിന്റെ മുൻഭാര്യ കൂടിയായ നടി മഞ്ജു വാര്യർ, ഭാര്യ കാവ്യ മാധവൻ എന്നിവർ നൽകിയ മൊഴി ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഒരുകാലത്ത് ദിലീപ്, കാവ്യ മാധവൻ, ആക്രമിക്കപ്പെട്ട നടി എന്നിവർ നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്നവരും ഒന്നിച്ചു പ്രവർത്തിച്ചവരുമാണ്. ദിലീപ്, കാവ്യ മാധവൻ വിവാഹം നടന്നത് 2016-ലും കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2017-ലുമാണ്.